ബാർസലോണയുടെ ലെജൻഡായി ലെവൻഡോസ്കി. ബാർസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലെജൻസുകളുടെ നെയിമിൽ ലെവൻഡോസ്കിയുടെ പേരും അവർ ഉൾപ്പെടുത്തി. നല്ലൊരു സംഭവം, ഭയങ്കര സന്തോഷം തോന്നി. കുറച്ച് പേര് വാദിക്കുന്നുണ്ട് ലെജൻഡിന്റെ കാറ്റഗറി പെടുത്താൻ മാത്രമൊക്കെ ലെവൻഡോസ്കി ഉണ്ടോ, അതിന് മാത്രം കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അതിന് ജാവി പറഞ്ഞ മറുപടിയാണ് ഭയങ്കര ഇഷ്ടമായത്. അതായത് ലെവൻഡോസ്കി ബാർസയിലേക്ക് വന്നത് ബാർസലോണ അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു. മീഡിയാസും എല്ലാവരും ബാർസയെ ക്രൂശിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഒരുപാട് താരങ്ങൾ സ്വന്തം സേഫ്റ്റി നോക്കി തങ്ങളുടെ സുരക്ഷിതമായ സ്ഥലം നോക്കിയിട്ട് മാറിപ്പോവുകയായിരുന്നു, ടീം വിട്ടു പോവുകയൊക്കെ ചെയ്തപ്പോൾ ലെവൻഡോസ്കി ബാർസയിലേക്ക് വരാണ് ചെയ്തത്. ബാർസയാക്കി മാറ്റാൻ, വീണ്ടും ആ ബാർസയാക്കി മാറ്റാൻ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് ലെവൻഡോസ്കി. പിന്നെ ലെവൻഡോസ്കി നല്ല സ്റ്റാറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. 100-ൽ കൂടുതൽ ഗോളുകളും 20-ൽ കൂടുതൽ അസിസ്റ്റുകളും 3 ലാലിഗ കിരീടങ്ങളും ഇതൊക്കെ നേടിയെടുക്കുകയും ചെയ്തു. ലെവൻഡോസ്കിയുടെ ആ തീരുമാനവും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ബാർസയുടെ ലെജൻഡ് കാറ്റഗറിയിലേക്ക് ലെവൻഡോസ്കിയുടെ പേരും അവർ രേഖപ്പെടുത്തിയത്. അത് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ലെവൻഡോസ്കി അതിന് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെവൻഡോസ്കി എന്തായാലും ഒരു ലെജൻഡ് പ്ലെയർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ബാർസയുടെ ലെജൻഡ് ആവാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് അവർ പറഞ്ഞ കാരണം. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ വീണ് പോകുമ്പോൾ കൂടെ നിൽക്കാനും കൈപിടിച്ച് ഉയർത്താനൊക്കെ ഒരുത്തം നിന്ന് കഴിഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യണം. അത് ബാർസ കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു.